എൻ്റെ പേര് ചാമച്ചാക്കോ. കയറാടിയിൽ മാങ്കുറിശ്ശിയിൽ താമസിക്കുന്നു. എനിക്ക് 5-6 വർഷമായിട്ട് മുട്ടിന് വേദനയായിരുന്നു. പല ചികിത്സകളും ചെയ്തെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല. അവസാനം ഇവിടെ വന്നു സുരേഷ് സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു ഓപ്പറേഷൻ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 2 കാലും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ റെഡിയായി വന്നു. 2 കാലും ഓപ്പറേഷൻ ചെയ്തു, 2 മുട്ടിനും. ഇന്നിപ്പോൾ 8 ദിവസമായി. ഡിസ്ചാർജാണ്. ഇനിയിപ്പം ഇതിന് ഏറ്റവും അത്യാവശ്യം ഫിസിയോതെറാപ്പി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അമ്മയുടെ സർജറി ആയിട്ടാണ് ഇവിടെ വന്നത്. ഒരാഴ്ച കൊണ്ട് ഒരുമിച്ച് തന്നെ 2 മുട്ടും സർജറി ചെയ്യാൻ പറ്റി. ഒരു 5-6 വർഷമായിട്ട് വേദനയായിട്ട് വീട്ടിലൂടെ നടക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്നത്. ഡോക്ടർ സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള സർജറി അത്യാവശ്യം ഇപ്പം മൂവ് ചെയ്യാനും ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് 1 വീക്കിനുള്ളിൽ തന്നെ. ഇനിയുള്ള ഫിസിയോതെറാപ്പി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാ സ്റ്റാഫും നല്ല കോപ്പറേറ്റീവാണ്. എസ്പെഷ്യലി നഴ്സസ്, ഡോക്ടേഴ്സ്, എല്ലാ സപ്പോർട്ടീവ് സ്റ്റാഫ്, ക്ലീനേഴ്സ്, റൂം സർവീസ് എല്ലാം നല്ലതാണ്. ഓൾറെഡി ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നത്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ സുരേഷ് ഗോപാലൻ, നെന്മാറ അവൈറ്റിസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. മുട്ട് തേയ്മാനം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. മുട്ട് തേയ്മാനം മൂലം അതിതീവ്രമായ വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിലാണ് നോർമലി നമ്മൾ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് സർജറി ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് അഡ്വൈസ് ചെയ്യുക. അച്ചാമ ചാക്കോവിനെ പോലുള്ള പേഷ്യൻസിലാണെങ്കിൽ 2 കാൽ മുട്ടിലും തേയ്മാനം മൂലം അതിതീവ്രമായ വേദനയും നടക്കാൻ ബുദ്ധിമുട്ടും ഉള്ളപ്പോഴാണ് നമ്മൾ യൂഷ്വലി ബൈലാറ്ററൽ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് സർജറി അഡ്വൈസ് ചെയ്യുക. ഈ പേഷ്യൻ്റ് ആക്ച്വലി 6 വർഷമായിട്ട് അതിതീവ്രമായ വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് ചെയ്ത പോലെ ഇത് നമുക്ക് സിംഗിൾ സ്റ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടവിട്ടോ ചെയ്യാം. സിംഗിൾ സ്റ്റേജ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ അനസ്തറ്റിക് പ്രൊസീജിയറാണ്. നോർമലി നമ്മൾ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റിന് നട്ടെൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് സ്പൈനൽ ഓർ എപ്പിഡ്യൂറൽ അനസ്തീസിയാണ് കൊടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അതേപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ, സർജറിക്ക് ശേഷമുള്ള വേദന യൂഷ്വലി ഒരു സിംഗിൾ പ്രൊസീജിയർ ആണെങ്കിൽ ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ മതി. ഇത് കൂടാതെ ഹോസ്പിറ്റൽ സ്റ്റേ സിംഗിൾ സ്റ്റേജ് ആയിട്ട് ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇൻ ദ സെൻസ് ഒരാഴ്ച പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്താൽ മതി. പക്ഷേ സ്റ്റേജ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ആഴ്ച ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരും. എല്ലാ പേഷ്യൻസിനും പക്ഷേ നമുക്ക് ഈ ബൈലാറ്ററൽ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഇപ്പോൾ അച്ചാമ ചാക്കോയുടെ കേസിലാണെങ്കിലും നമ്മൾ തറോ അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർത്തോപെഡിക് സർജൻ, അനസ്തെറ്റിസ്റ്റ്, കാർഡിയോളജിസ്റ്റ് എല്ലാവരും അസസ് ചെയ്തിട്ട് പേഷ്യൻ്റെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സർജറി ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ചില പേഷ്യൻസിൽ വേറെ ബുദ്ധിമുട്ടുകൾ, അതായത് സിവിയർ ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിത് ഗ്യാപ്പ് ഇടവിട്ട് ചെയ്യേണ്ടി വരും. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഐദർ 1 വീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചില പേഷ്യൻസ് ചിലപ്പോൾ 3 മാസമോ അല്ലെങ്കിൽ 6 മാസം ഗ്യാപ്പ് ഇടവിട്ടിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ വേറെവർ പോസിബിൾ പേഷ്യൻസിന് ഐഡിയലി ബൈലാറ്ററൽ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് സിംഗിൾ സ്റ്റേജ് ആയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ.